തൻ്റെ വീട്ടുപേരിനെ ഒരു രുചിയുടെ ബ്രാൻഡാക്കി മാറ്റിയ ഒരാളുടെ ഊട്ടുപുരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പഴയടം മോഹനൻ നമ്പൂതിരിയുടെ പാചകപ്പുരയിൽ. പായസം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? പായസം ശർക്കര ഉരുക്കി അടയിലിട്ടു. ഇനി ഇത് നല്ലോണം ബോയിലായി യോജിപ്പാണ്. നല്ലോണം യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം വരട്ടി കഴിഞ്ഞിട്ട് നമ്മളൊരു തേങ്ങാപ്പാൽ ചേർക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പായസമാണ്. അട നമ്മൾ മധ്യ തിരുവിതാംകൂറുകാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു പായസമാണ് അടപ്രഥമൻ. അതേ സമയത്ത് ഇത് വടക്കൻ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ പരിപ്പ് പ്രഥമനോ അല്ലെങ്കിൽ പഴപ്രഥമനോ ഒക്കെ ആണ്. ചെറുപ്പത്തിലെ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഓർമ്മകളിൽപ്പെടുന്ന നല്ല ഓണങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. യാദൃശ്ചികമായിട്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ രംഗത്തേക്ക് വരികയും പൊതുവെ മറ്റുള്ള ആൾക്കാർ അറിയാൻ തുടങ്ങുകയും ചെയ്യപ്പോൾ ഇത്തരം വിശേഷങ്ങളൊക്കെ ചോദിക്കാറില്ല. അത് കാരണം നമ്മൾ ആ ഒരു ഓർമ്മകളിലാവുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല പഴയ ഓണത്തിനെ കുറിച്ചിട്ടൊന്നും. ഈ മറ്റുള്ള സാമ്പാറിൽ നിന്നും നമ്മുടെ സാമ്പാറിന് വ്യത്യസ്തമാകുന്നവരുടെ ഉണ്ടോ? നമ്മൾ മധ്യ തിരുവിതാംകൂർ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പൊടിയിട്ട സാമ്പാറാണ്. അതായത് സാമ്പാർ പൊടി മിക്സ് ചെയ്തിട്ടുള്ള സാമ്പാർ. അത് വറക്കോട്ടെത്തുമ്പോൾ നാളികേരം കൂടി ചേർത്ത് അരച്ചിട്ടുള്ള ഒരു സാമ്പാർ, വറുത്തരച്ച സാമ്പാർ എന്നാണ് പറയുക. അവിടെ ഈ പൊടിയിട്ട സാമ്പാർ അവർക്ക് ഇഷ്ടമല്ല, സമ്മതിക്കില്ല. ശരിക്കും ഈ സാമ്പാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വിഭവം തന്നെയല്ല. ഇതൊരു തമിഴ്നാട് സങ്കല്പമാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് സാമ്പാർ വരുന്നത്. പക്ഷെ അവിടെ സാമ്പാർ ഇതിന് മാത്രം കഷ്ണങ്ങളൊന്നുമില്ല. അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ മുരിങ്ങക്കാണെങ്കിൽ മുരിങ്ങക്ക സാമ്പാർ, വെണ്ടയ്ക്കാണെങ്കിൽ വെണ്ടയ്ക്ക സാമ്പാർ, ഉള്ളിയാണ് ഉള്ളി സാമ്പാർ. ഇവിടെ നമ്മളൊരു പറ്റാത്ത എല്ലാം വരും. മുരിങ്ങക്ക വരും, കത്തിരിക്ക വരും, വെണ്ടയ്ക്ക വരും, സബോള വരും. ഏറ്റവും കൂടുതൽ വോളിയത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്നൊരു കറി എന്ന് പറയുന്നത് സാമ്പാറുള്ളൂ. ഇത് പാലടയാണ്. പാലടയ്ക്ക് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിപ്പോൾ എത്ര പാല് നമ്മൾ എടുക്കുന്നു അതിൻ്റെ 50% വെള്ളം കൂടി ആദ്യം ആഡ് ചെയ്തിട്ടാണ് തിളപ്പിക്കുക. ആ വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞാൽ പാലിൻ്റെ ഒരു 20% കൂടി വറ്റിക്കഴിഞ്ഞാൽ നമ്മളതിൽ അടയിടും. പിന്നെ അങ്ങനെ അങ്ങോട്ട് സെറ്റായി വരുമ്പോൾ നമുക്ക് അളവ് കിട്ടും. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. ഇതിനകത്ത് നമ്മൾ 180-200 ലിറ്റർ പാലാണ് അതിൽ ചേർത്ത്. ഈ വെള്ളം വറ്റാതെ അല്ലെങ്കിൽ പാല് കുറുകാതെ അടയിട്ട് വരുന്നതുകൊണ്ടാണ് ഈ പാലടയ്ക്കകത്ത് ചില സ്ഥലങ്ങളിലെങ്കിലും ഈ അടയും പാലും വേറെ കിടക്കണം. സെറ്റാണെങ്കിൽ പാല് കുറുകണം. സമയമെടുക്കും. 4.5 മണിക്കൂർ അല്ല 5 മണിക്കൂർ വരെ. എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ 1 മണി 1:30 2 മണിക്ക് മുമ്പായിട്ട് എന്തായാലും പാല് കയറ്റിയിരിക്കും. അപ്പോൾ അത് തിളച്ച് ഒരു സെറ്റായി വരുമ്പോഴത്തേക്കും അടയിട്ട് ഒരു 7 മണിക്ക് നമുക്ക് തീ എടുത്താൽ പറ്റും. 7 മണിക്ക് തീ എടുത്താൽ തന്നെ അത് പിന്നെ പാത്രത്തിൽ ഇരുന്നും സെറ്റായി വന്നാൽ പിന്നെ 2 മണിക്കൂർ എടുക്കും. 9 മണിയാകുമ്പോൾ വിളമ്പാൻ കറക്റ്റാണ്. തലേദിവസം ആദ്യം നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കും, നാരങ്ങക്കറി ഉണ്ടാക്കും, പുളിയിഞ്ചി ഉണ്ടാക്കും, കിച്ചടി ഉണ്ടാക്കും. ഈ 4 ഐറ്റവും പിന്നെ കാളനും 5 ഐറ്റം നമ്മൾ തലേദിവസം തീർത്ത് വയ്ക്കും. അവിയലെല്ലാം സ്ലോ കുക്കിങ്. അതൊരു 2.5 മണിക്കൂറിന് മുകളിലെത്തും. അത് എത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിലും കൂടിയ ക്വാണ്ടിറ്റി ആണെങ്കിലും അത്ര സമയം കൊണ്ട് ഓരോന്നോരോന്ന് കുക്ക് ചെയ്ത് വരും. അതിൻ്റെ ഒരു ഫ്ലേവർ, അവിയലിൻ്റെ ശരിക്കും ഫ്ലേവർ 3 പച്ചയാണ്. പച്ച വെളിച്ചെണ്ണ, പച്ചത്തേങ്ങ, പച്ചക്കറിവേപ്പില. പക്ഷേ അത് ഏറ്റവും ലാസ്റ്റാണ് ആഡ് ചെയ്യണം. അതിന് മുമ്പ് ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് സെറ്റായി നിന്ന് കഴിഞ്ഞിട്ട് നമ്മളത് ചേർക്കുള്ളൂ. അപ്പോൾ പാലട നമ്മൾ ഇതിൻ്റെ അകത്ത് അട ഏതാണ്ട് ഇടാറായി. ഇനിയൊരു 3/4 മണിക്കൂർ കൊണ്ട് ഈ അട തിളച്ച് സെറ്റാവാൻ തുടങ്ങും. പാല് കുറുകുന്നതിനും അടയിടുന്നതിനും അത് കഴിഞ്ഞ് അട ബോയിലാവുന്നതിനും പഞ്ചസാര ചേർക്കുന്നതിനും ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തു പോകുന്നതിന് അത്ര സമയം എടുത്ത് തീർക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം 8 കല്യാണം വരെ ചെയ്യാം. 4 കല്യാണം ഞങ്ങളുടെ കിച്ചണിൽ നിന്ന് പോകും. ഈ കിച്ചണിൽ നിന്ന് പോകും. 4 കല്യാണം ഔട്ട്ഡോർ പോയി ചെയ്യും. ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും. ഇതും സ്ലോ കുക്കിങ്ങാണ്. നമ്മൾ കണ്ടമാനം വിട്ട് കഴിഞ്ഞാൽ ഈ അലിന് പാത്രങ്ങളല്ലേ എല്ലാം പെട്ടെന്ന് ചുവട്ട് കയറി പിടിക്കാം. നമ്മുടെ നാടൻ അരിക്ക് കൺസിസ്റ്റൻസി പലപ്പോഴും കിട്ടാറ് പതിവില്ല. ചിലപ്പോൾ കിട്ടാറുണ്ട്. ഒരു കൂടിയ സൈസ് അരിയുണ്ട് ആന്ധ്രയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് കേരളത്തിലെ വില 72 രൂപ മുതൽ 78 രൂപ വരെ വരും പെർ kg വരും. ആ റൈസ് വേണമെന്ന് പറയാൻ ചില ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കും. അപ്പോൾ അതൊരു 1.5 തൊടാണ്ട് വിട്ട് കിട്ടും. നല്ല ചോറായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴയടത്തെ സദ്യ ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ അല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.